അങ്ങനെ അവിടെ റോട്ടിൽ നിട്ടണ അത് വാടിയൊക്കെ അടട്ടുള്ള ഇങ്ങോട്ട് വാ. കമോൺ ബോയ്സ്, മൈ ബോയ്സ്. പൊരുത്തമില്ലാത്തത് കഴിക്കാൻ പാടില്ല, മനസ്സിലായോ? ആ ഓക്കെ. ഒരാളോട് ചോദിക്കാതെ റോട്ടിൽ നിന്ന് കിട്ടിയത് കഴിക്കാൻ പാടില്ല. ഓക്കെ ഇബ്രാഹിം? പണ്ട് ഞാൻ ചെറുപ്പത്തിലേ നമ്മളാ അയലോക്കത്തെ അവിടുത്തെ ഒരു പെരീത്തെ അടക്കപ്പഴം കട്ടറച്ചു ഓല് കാണാതെ. എന്നിട്ട് ആ താത്ത പെരിയിലൊന്ന് ചൂടായി. അത് സ്മെല്ലേ കര കയ്യിന്. എന്നിട്ട് ആ താത്ത ഇപ്പപ്പാൻ്റെ അടുത്ത് പോയി കണ്ടേ കുറേ ചൂടായി. അതിൽ ഇപ്പപ്പൻ ഒരു പുളിയും കൊമ്പെടുത്ത് കണ്ട് നല്ലോണം തച്ചു. എന്നിട്ട് പറഞ്ഞു 100 റുപ്യ കണ്ടേ 1 കിലോ ആപ്പിൾ വാങ്ങിക്കൊണ്ടേ കൊടുക്കാറ് ഓൽക്ക്. ഓല അടക്കപ്പഴം പറിച്ചാൽ ഞാൻ. എന്നിട്ട് ഓൽക്ക് പകരം ഞാൻ ആപ്പിൾ വാങ്ങിക്കൊണ്ടു. എന്നിട്ടാണ് ഇനി നമുക്ക് അതിന് പടച്ചോ പൊരുത്തപ്പെട്ടത്, മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലേ ഒരു സഹാബിനോട് പറഞ്ഞേ, സഹാബി തോടിൻ്റെ വക്കത്ത് ഒരു അരുവിൻ്റെ വക്കത്ത് കൂടെ ഇങ്ങനെ നടക്കേനി. അതിൽ പഴം ഇങ്ങനെ ഒലിച്ചു വന്നു, ഒരു പഴം. അതിൽ ആ സഹാബി എടുത്ത് കഴിക്കാൻ വേണ്ടി നിന്നപ്പോൾ കഴിച്ചു. എന്നിട്ട് കഴിച്ചിട്ട് പിന്നെ നബിനോട് പോയി പറഞ്ഞു, ഞാൻ എനിക്കിങ്ങനെ വണ്ടിയിൽ നിന്ന് കടലിന് പുഴയിൽ നിന്ന് പഴം കിട്ടി ഞാനത് തിന്നു പറഞ്ഞു. അതിൽ നബി പറഞ്ഞു, അതിൻ്റെ ഉടമയോട് പോയി പൊരുത്തം ചോദിക്കാതെ എനിക്കത് ഹലാലാവൂലായിരുന്നു. എന്നിട്ട് അയാൾ ആ പുഴ പോണ സ്ഥലത്ത് കൂടെ അങ്ങനെ ബാക്ക് കുറേ പോയി കിലോമീറ്ററുകളോളം പോയി, കുറേ ദിവസങ്ങളോളം പോയി. ആ തോട്ടത്തിൻ്റെ അവിടെ എത്തി ആ തോട്ടത്തിൻ്റെ മുതലാളിനെ കണ്ട് പൊരുത്തം തേടിയിട്ടാണ് അയാൾക്ക് ഹലാലായത്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ റോട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനം എടുക്കരുത്. ഓക്കെ. പിന്നെ ഇപ്പോൾ പറഞ്ഞാൽ നിപ്പ വൈറസും കൊറോണ വൈറസൊക്കെ ഉള്ളതാണ്. വവ്വാലുകളൊക്കെ തൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കുന്നതോട് കൂടിയാണ് വൈറസിന് പകരും. ഇവിടെ മരിച്ചു. ഓക്കെ എന്ത് ചെയ്തിട്ടോ? ഓക്കെ പോരി. ഞാൻ അവിടെ ഒരു പടിയിലേ ഞാൻ വണ്ടി കഴിക്കാൻ നിൽക്കുക. അപ്പോൾ ഗൈസ് വണ്ടിൻ്റെ കോലം നോക്കണേ, ആകെ കോലം കെട്ടുക്കണം കേട്ടോ. അപ്പോൾ വണ്ടി കഴിക്കാനുള്ളൊരു പ്ലാനിലാണ് ഇന്ന്. അപ്പോൾ അതിൽ നമ്മളൊരു പുതിയൊരു മെഷീൻ വാങ്ങിയിരിക്കണേ വണ്ടി കഴിക്കാനുള്ള. അത് എന്താണ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ അഗാരോ സുപ്രീം ഹൈ പ്രഷർ വാഷർ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത് ഒരു 3 മീറ്റർ ഇൻലെറ്റ് ഹോസും ഒരു 8 മീറ്റർ ഔട്ട്ലെറ്റ് ഹോസും പിന്നെ ഒരു ഫോം ബോട്ടിലും ഒരു എക്സ്റ്റൻഷൻ റോഡും പിന്നെ ഒരു സ്പ്രേ ഗണ്ണും അതേപോലെ ഒരു ഇൻലെറ്റ് കണക്ടറും ഒരു ടാപ്പ് കണക്ടറും ഒരു ഇൻലെറ്റ് ഫിൽറ്ററും ഒരു ബക്കറ്റ് ഫിൽറ്ററും ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതിൻ്റെ ഉപയോഗമാണ് കേട്ടോ കാണാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ഘടിപ്പിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു ഗണ്ണിലേക്ക് നമ്മൾ ഈ ഒരു നോസിലും എക്സ്റ്റൻഷൻ റോഡും കണക്ട് ചെയ്തതിന് ശേഷം ഔട്ട്ലെറ്റ് ഹോസ് ഗണ്ണുമായി ഘടിപ്പിക്കുക. അതുപോലെ നമ്മുടെ ഇൻലെറ്റ് ഹോസിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഇൻലെറ്റ് കണക്ടറും മറ്റൊരു സൈഡിൽ ടാപ്പ് കണക്ടറും ഫിറ്റ് ചെയ്യുക. ബക്കറ്റിൽ നിന്നാണ് വെള്ളം എടുക്കുന്നുണ്ടെങ്കിൽ ബക്കറ്റ് ഫിൽറ്റർ ആട്ടോ ഫിറ്റ് ആക്കേണ്ടത്. നമ്മൾ ടാപ്പിൽ നിന്നാണ് കണക്ട് ചെയ്യുന്നത്. ശേഷം നമ്മുടെ മെയിൻ യൂണിറ്റിലേക്ക് ഇൻലെറ്റ് ഫിൽറ്റർ വെച്ചതിന് ശേഷം ഔട്ട്ലെറ്റ് ഹോസ് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻലെറ്റ് ഹോസും മറ്റൊരു സൈഡിൽ കണക്ട് ചെയ്ത് പവർ സ്വിച്ച് ഓൺ ആക്കുക. മെഷീന് 1800 വാട്ട്സ് പവർ ഉണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രഷർ കിട്ടും. നമുക്ക് വാഷ് ചെയ്യാൻ ഇതിൻ്റെ പ്രഷറിൻ്റെ ഒരു ലെവൽ എന്താണെന്നുള്ളത് ഈ ഒരു കാർഡ് ബോർഡുമ്പോൾ അടിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇനി നമുക്ക് മടി കൂടാതെ കാറൊക്കെ ഈസി ആയിട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ കയ്യെത്താത്ത ദൂരത്ത് ഇടുങ്ങിയ സ്ഥലങ്ങളിലൊക്കെ റിസ്കി ഏരിയകളിലൊക്കെ വാഷ് ചെയ്യാൻ വളരെ ഉപകാരപ്പെട്ട ഒരു മെഷീനാണ് നമ്മുടെ അഗാരയുടെ സുപ്രീം ഹൈ പ്രഷർ വാഷർ കേട്ടോ. ഇതിൽ നമുക്ക് വെറും വാട്ടർ വാഷിങ് മാത്രമല്ല കേട്ടോ, ഫോം വാഷിങ്ങും അവൈലബിൾ ആണ്. ഈ ഒരു ക്യാന് ഫോം ബോട്ടിൽ ഇതിന് കൂടെ കണക്ട് ചെയ്തതിന് ശേഷം നമ്മളിത് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് വാഷ് ചെയ്യാൻ പറ്റും കേട്ടോ. കാറ് മാത്രമല്ല ബൈക്കായാലും നമുക്ക് വെഹിക്കിൾ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈ പ്രഷർ വാഷർ വാങ്ങിയാൽ മതി. അത്രക്കും പെർഫെക്റ്റ് ആയിട്ട് നീറ്റ് ആൻഡ് ക്ലീനായി വരും കേട്ടോ. അത്രക്കും നല്ല പ്രഷറുള്ളൊരു സാധനമാണ് നമ്മുടെ ഈ ഒരു അഗാരോ സുപ്രീം ഹൈ പ്രഷർ വാഷർ. അപ്പോൾ ഇതൊന്ന് വീട്ടിൽ വാങ്ങിച്ചോളൂ, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അങ്ങനെ ഗൈസ് വണ്ടി കൈകൾ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വണ്ടി കൈകൾ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ നമ്മളെ മേത്ത് കൂടി വെള്ളമൊക്കെ നമ്മളൊരു കുളികൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ കുഞ്ഞാളെ എന്തൊക്കെ കൊണ്ടുവരാളേ? എന്തൊക്കെയാ കൊണ്ടുവരാളേ? ചിക്കൻ പിന്നെ 1 കുപ്പി ഷുർക്കല്ലേ? ആ ഈ ചാവിയോടെ എടുത്ത എന്ത്
എങ്ങനെ അതെ ഞാൻ ഓൽക്ക് നോമ്പില്ലല്ലേ ഓനെന്താ ഓന് നോമ്പുണ്ടോ ഇല്ല എന്നൊന്നുമില്ല ഓനെല്ലാം ഉണ്ടാക്കണം എന്നില്ലൊരു നമ്മളെ രണ്ടാളെ അടങ്ങേറെ എത്രയെന്ന് എനിക്കറിയില്ല. ആയിക്കോട്ടെ ഞാൻ പിടി പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാം സമയം കുറേ വൈകി. അപ്പൊ ചേട്ടോ ചേട്ടാ ആ സമൂസ ഉണ്ട് ചിക്കനും ഉണ്ട് കേട്ടോ. ഇജോടെ വന്ന ഇബ്രാഹിമേ ജേ ആ ബക്കറ്റ് ആരാടെ കൊണ്ടുപോയിട്ട് ഇതാ ചളി കൊണ്ടാണ് ചവിത്ത് കയറിക്കണേ. എന്നിട്ട് നോക്കണേ ഈ കാല് കൈ അടിക്ക കൈ അടിച്ചെടുത്താ നിങ്ങൾക്ക് ശരിയാക്കി തരാടാ. നിങ്ങളെ തള്ള അത്ര ഇടങ്ങാറായി കണ്ട് ഇവിടെ ഒക്കെ നോക്കണേ ചവിട്ടി എന്താ ഔത്ത് കയറാനോ? എന്നടേ ചിക്കൻ ആൻഡ് സമൂസ കേട്ടോ. സുർക്കള നിട്ടില്ല എന്തിനേ തൈരാണ് വേണ്ടതേ അല്ലാതെ സുർക്കല്ല. മനസ്സിന് തിന്നാൻ പറ്റാത്ത സാധനം ഉണ്ടാക്കണേ. ആരെ തൈരിടാൻ പറ്റൂല ജയ് വെറുതെ ചുണ്ടിന് കൊട്ടിട്ടാ നിക്കണ്ട കേട്ടോ. ഈ വിഷം ഇങ്ങനെ കലക്കിയാണ്ട് തന്നെ മുണുങ്ങണം. എനിക്ക് എന്റെ കുട്ടിയാക്കും അല്ല ഞാൻ ചോദിച്ചിട്ടെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചട്ടെ വിഷം ഇങ്ങനെ തിന്നണം എനിക്ക് എന്റെ കുട്ടിയാക്കും? പഞ്ചസാര കൊണ്ടാണ് ഈ പഞ്ചസാര ഇതാക്കണത്. ഒരു കട്ടുള്ള സാധനം. ഇപ്പൊ തൈര് ആ കുട്ടികളെ തൊള്ളിക്ക് കുറച്ച് തൈര് ഇറങ്ങണ എന്ത് സുഖ. ഇത് ചേട്ടൻ കണ്ടതാ മുട്ട സുർക്ക ഉണ്ടാക്കാനാ? അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ മുട്ട സുർക്ക കണ്ണൂര്. തൈരിന്റെ ഉള്ളിലില്ല ഇത് നോക്കിയിട്ടില്ലെങ്കിൽ അവർ ഉള്ളി സലാഡ് ഉണ്ടായി തരും. ഞാൻ സുർക്ക കൊണ്ടുവരാം. പക്ഷെ എനിക്ക് തൈര് ഉള്ളി ഉണ്ടായി തരുമോ? തിന്നരുത് എന്നൊക്കെ പറയാൻ മാത്രം ഇജിന്റെ പെരയിൽ എന്നുകാണ്ട് എന്നൊക്കെ വെളിച്ചെണ്ണ ചൂടാട്ടോ. പിന്നെ ഇല്ല കേറൂലേ. പെര കയറ്റന്റെ ആവശ്യമില്ലല്ലോ. കരക്ഷൻ ചെയ്യാനോ ആദ്യം ഒറ്റക്കയറ്റ തറവാടുണ്ടല്ലോ. അവിടെയും പറഞ്ഞു അവിടെ നിന്നിട്ട് പോലെ ആട്ടിട്ടല്ലേ തൊലിച്ചേ നിക്കണേ. എനിക്ക് ഇവിടെ തോന്നണ അതിന്റെ ഇടക്കാണോ ചാരടി എനിക്ക് പറ്റില്ല. ഇപ്പൊ ഇറങ്ങിക്കോ അതവിടെ നിൽക്കണം. ബാക്കി ഞാൻ ഇളക്കിക്കോണ്ടേ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ വരരുത്. അടച്ചള എന്തിന് ഇതിപ്പോ ഞങ്ങൾ കുക്കർ ഇതാ ക്യാമറക്ക് എന്തെങ്കിലും പറ്റല്ലേ ഞങ്ങൾ കുക്കർ ഇതാ ഞങ്ങൾ കുക്കർ ഇതാ ഞങ്ങൾ കുക്കർ ഇതാ ആവില്ല ഉറപ്പാ? ഞാൻ പറഞ്ഞോളൂ കൂക്കൂല. കാണണോ? റെഡി 1 2 3 കറക്റ്റ് 3 അതാണ് മുട്ടേ മുറിക്കലിന്റെ കുക്കർ. ഓക്കെ ജയ് ഭേദായിച്ച് നോക്കിട്ട് പിരാന്തേക്കണേ. ആയിക്കോട്ടെ ഗൈസ്. ഓക്കെ ഈറടിച്ച ബാങ്ക് കൊടുക്കട്ടെ കുഞ്ഞാളെ കൊടുക്കട്ടെ. എന്തൊക്കെയാണ് സ്പെഷ്യല്? സ്പെഷ്യൽ എന്തൊക്കെയാണ്? ടിഷബിപ്പിക്കണം ഇന്നത്തെ നോമ്പ് റമദാൻ സ്പെഷ്യൽ. അതാണ് നോമ്പ് കൊടുക്കട്ടെ. കറക്റ്റ് സമയത്ത് വിളിച്ച് പിന്നെ നിങ്ങൾ വിളിച്ചിട്ട് അപ്പൊ ഗൈസ് ഇന്ന് നമ്മളെ സ്പെഷ്യലുകൾ സമൂസ ഉണ്ട്. നമ്മള് സമൂസ പീടിന്ന് വാങ്ങിയതാണ് കുഞ്ഞോളെ. കാരണം കുഞ്ഞോക്ക് കുറച്ച് തിരക്കിയിരുന്നു.
അപ്പൊ നമ്മൾ സമൂസ കിഴങ്ങ് വാങ്ങി അതേപോലെ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ റോസ് മിൽക്ക് ഇതെന്താണ് മുഹബത്ത് കാ സർബത്ത് കപ്പ് വാങ്ങി അല്ലേ ചിക്കൻ കറി എവിടെ ആ ചിക്കൻ കറി ഉണ്ട് കുഞ്ഞോൾ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ട് പിന്നെ അതേമാതിരി കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട് കുറച്ച് മുസമ്പിയും അതേപോലെ മാങ്ങി മുസമ്പി ഒക്കെ എവിടുന്നാ അവൻ്റെ പേര് എവിടുന്ന ഒക്കെ അവിടെ മുണ്ടിരുന്ന് വലിച്ചു പോന്നിക്കാണ് എൻ്റെ തള്ളേ ഉമ്മ ആക്കി തന്നതാണ് അതൊക്കെ അത് ഉമ്മാരങ്ങനെയാണ് അപ്പൊ ഗൈസ് മുഹബത്ത് കാ സർബത്ത് പാനി കൊടുക്കട്ടെ അതെ എൻ്റെ വെള്ളം മാത്രം ദാഹിച്ചിട്ടേ വെള്ളം മാത്രം കുടിക്കാൻ തോന്നുക ذهب الظمأ وابتلت الخلوق وثبت أجر إن شاء الله പറയ് നോമ്പ് തുറന്നു ദാഹം മാറി അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലവും കിട്ടി ആർക്ക് നോമ്പ് തോറ്റവർക്ക് ഓക്കെ ആവുതാ കുഞ്ഞോ ഓക്കെ അല്ലേ ആ ഇത് നെയ്ച്ചോർക്കുള്ള എന്തോ ഒരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ സുർക്കൊണ്ടാത്തോണ്ട് തൈരിൽ മുക്കി വെച്ചിരിക്കണം കുഞ്ഞോട് വെറൈറ്റി അബ്രോനൊന്നും ഇല്ലാന്ന് പറഞ്ഞത് പ്രതിഫലം കുറവാണല്ലോ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് ഞാൻ ചാടണ്ട ഓരിങ്ങനെ എടുക്കാൻ നിൽക്കുന്നല്ല തന്നെ ഓളെ വിചാരം എന്താ നിങ്ങൾ ഇങ്ങനെ കമന്റ് ബോക്സിൽ ഞങ്ങളൊന്ന് എടുക്കട്ടെ കൈ ഇങ്ങനെ ആട്ടി നിൽക്കാന്ന് ചാട് നമ്മളെ നേരത്തേക്ക് എന്നായിക്കോട്ടെ ഗൈസ് നമ്പർ കട്ടോ പൈച്ച കുറച്ച് സൗണ്ട് കുറച്ചാ അന്ന് ഞാനേ എവിടെയാണ് ഇതിൻ്റെ ഇത് അങ്ങനെയൊക്കെയാണോ അപ്പോൾ ഗൈസ് അപ്പോൾ ഞങ്ങളൊക്കെ നോമ്പറന്ന് ഭക്ഷണം കഴിച്ചു കുഞ്ഞോള് ഇതാക്കണം ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവൾ ഇതുവരെ നീച്ചിട്ടില്ല ഭക്ഷണം കഴിക്കലിന് അവിടെ ജിബ്രാനെ വെച്ച് കഴിച്ചോട്ടെ വെച്ച് നോമ്പ് പറഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല നിങ്ങളെന്താ ഇങ്ങനെ ഓൾക്ക് കൊടുത്തിട്ട് ആ ഞാൻ നിമ്മിച്ച് നിന്നിട്ടില്ലല്ലോ എന്ത് ഇബ്രാഹിം എൻ്റെ ട്രൗസർ കയറിയിട്ടുണ്ട് ബാക്കിൽ കാണണമൊന്നുമില്ല ആ ആയിക്കോട്ടെ അവിടെ നിന്നോട്ടെ ഞാൻ കാണിച്ചു കുടിച്ചാ നടക്കുവള് പക്ഷെ ആ തള്ളിക്കിടാനേക്കല്ലേ എന്തെങ്കിലും ഒരു പറ്റോ അരിയോ കണ്ട അരിമണിയോ കണ്ട അപ്പൊ എന്ത് ഫ്ലഷ് അടിച്ചിട്ടില്ലേ ഫ്ലഷ് അടിച്ചിക്കണോ ഫ്ലഷ് അടിച്ചിട്ടുണ്ടാവില്ല അല്ലേ ഇത് ഫ്ലഷ് അടിച്ചില്ല എന്നിട്ട് ഇതാരാണ് വെറുതെ ഓണാക്കിയിട്ടിരിക്കണത് ഇത് വെറുതെ കളിച്ചിട്ട് കാര്യമില്ല ഇത് ഈ ഒരു ഇത് നോക്കണം ഇതിൽ തന്നെ പോണം ഈ റോഡിൽ കൂടെ ഇതിൽ കാണണ്ടോ റോഡ് അതിൽ കൂടെ തന്നെ പോണം
ആ വേറെ അബ്രോ കുൽക്കണ്ട കേട്ടോ. എന്ത് എടാ അതിന്റെ സൗണ്ട് കുറച്ച് ഇബ്രാഹിം പോയിട്ട് ഇമ്മയൊക്കെ അതായത് ഈ വീഡിയോ വരുന്നത് നാളേക്കാരാ. അപ്പൊ ഇന്ന് ഫ്ലൈറ്റ് ഇല്ല അല്ലേ? ഇപ്പൊ വീണ്ടും മക്കത്തേക്ക് തന്നെ പോയിട്ട് ഒരുക്കത്തിലാണല്ലേ? ചെയ്യാം. അപ്പൊ നാളെ അല്ലാതെ മറ്റന്നാളേക്കാരം വരും. മറ്റന്നാളല്ല, ഇനി അടുത്ത ഫ്ലൈറ്റ് എപ്പോഴാണോ ആ ദിവസം വരും അല്ലേ? ടിഷുമ്മ അവധ കുഞ്ഞിന്റെ കുട്ടിയാണ് അവളെ. അവധ കുഞ്ഞിന് ആ അപ്പൊ അജ്ജ് ഇങ്ങനെ എടുത്ത് നടക്കലേക്ക് ബുക്കുള്ളൂ. ഒരാഴ്ച കഴിക്കണ ഇജ്ജ് ഇങ്ങനെ ഉണ്ടാക്കിയും കൊണ്ട് നടക്കണം കേട്ടോ. എൻ്റെ ഒരു പൈനാപ്പിളും പൂമ്പാറ്റി. ആ ഫുഡ് കഴിക്കുക, ഭക്ഷണം കഴിക്കുക, നട്ട്സ് ഒക്കെ കഴിക്കുക, എന്നാ കുഴങ്ങൂല കേട്ടോ. ബത്തക്കേ സ്റ്റാർ ഫ്രൂട്ടാണ്. കൈത എന്താണ് എനിക്കത് തിന്നാൻ അത് തിന്നാൻ വേണ്ടി വരില്ലേ ഞോക്ക്? ഇതിനാണപ്പൊ J4 വാങ്ങാൻ പറയുന്നത് അല്ലേ? എന്താണ് അല്ല ചെങ്ങായിമാരെ കിടക്കാനായില്ലേ? ഞാനൊരു അഡിന് അടിച്ചാണ്ടല്ലോ. ചോറ് തന്നെ നിങ്ങൾക്ക് ഞാനിപ്പൊ പൊട്ടിച്ചു ജിബ്രാനെ കേട്ടോ. ഓഫാക്കാരണോ? സമയം കുറെ അയക്കണേ. ഓൾക്ക് സ്കൂളിലാണ് നാളെ കേട്ടോ. ഇമ്മല് ഇതുമലൊക്കെ നിൽക്കണം. ജിബ്രാനെ അനക്ക് അധികം എൻ്റെ അടുത്ത് കിട്ടലില്ല. ഇനി കിട്ടും. ഞാൻ ഒരൊറ്റ പൊട്ടിക്കലേക്കാരം കേട്ടോ. ഈ ബാറ്ററി നീ കിട്ടടാ. ആരെ ലാസ്റ്റ് കമ്പ്യൂട്ടർമ്മ കളിച്ചിന്? ജയിച്ചിനിയോ? ഷട്ട് ഡൗൺ ആയിക്കാ. എനിക്ക് ഷട്ട് ഡൗൺ ആക്കാൻ അറിയില്ലേ? അതിന് ഓൻകാർ ഷട്ട് ഡൗൺ ആക്കാൻ അറിയാം. ഇതിന് ചൂട് ഒക്കെ പഠിച്ചില്ലേ? പിന്നെ ഇവിടെ പ്രസ് ചെയ്തപ്പോ ഇവിടേക്ക് മടങ്ങി പോയി. അത് ഫിറ്റ് ചെയ്തു. എന്നോടൊന്ന് പ്രത്യേകം പറയണോ? എവിടുക്കാളങ്ങൾ പാഞ്ഞേ എന്താണെന്ന് അറിയിക്കണേ. ഇറങ്ങിക്കോളട്ടാ. ഇവിടെ ഒറ്റ കിടക്കണേ. ഒരു ദിവസം റബ്ബിനെ ഒറ്റക്ക് കിടത്തണം കേട്ടോ. ഞാടെ എങ്ങനെ പേടി മാറാൻ തന്നെയാണ് അതിന് ഒറ്റ കിടക്കല. എന്റെ കാക്കുകൾ രണ്ടാളും ബെഡല്ലേ. പിന്നെന്താ? പിന്നെ എങ്ങനെയാ ഞങ്ങൾക്ക് മേലത്തെ ബെഡ് ക്ലിയർ ആക്കി തരാ? ഇത് എന്നാണ് ഒറ്റ കിടക്കണം അന്ന് കഴിഞ്ഞ് മേലത്തെ ബെഡ് ഞാൻ ക്ലിയർ ആക്കുള്ളൂ. അജ്ജ് മേലെ കിടക്കുക. പക്ഷെ ജിബ്രാൻ ആദ്യം ഇവിടെ ഒറ്റക്ക് കിടക്കണം. ഓൻ ഒറ്റക്ക് കിടക്കണം അന്നുള്ളൂ. ആ അപ്പൊ എന്നാ മേലത്തെ ബെഡിന്റെ ആവശ്യമില്ലല്ലോ. ഇതേ
അതിനാദ്യം ജിബ്രാൻ ഒറ്റക്ക് കിടക്കാൻ പഠിച്ചണെങ്കിലേ എൻ്റെ അത്ര വലിപ്പാട്ടോ ഓനെ LKG ചേർത്തിട്ട് സ്കൂളിൽ LKG വേണമെന്ന് ഒറ്റക്ക് കിടക്കണം കേട്ടോ. എന്നാ പോയി കിടന്ന ഞാൻ പോയി കിടന്നാൻ്റെ തള്ള വടിയും കൊണ്ട് വരാനാണ് നിൽക്കുന്നത്. ചാർജറിൻ്റെ വയറെടുത്താണ്ട് എന്നോട് എന്തി പറയണത്? എന്താണ് ഈ പറയണത്? എന്ത് ഇബ്രാഹിം ഞാൻ കിടന്നറിയും കേട്ടോ. ഇബ്രാൻ ഇനി ഇവിടുന്ന് പിളക്കാനും വർത്താനം പറയാനും ഇതിന് നിന്ന ചെള്ള കിട്ടൂട്ടോ. എന്നോട് കൂടെ പറയണേ അടി ഒഴിവാണെന്ന്. എന്തിന് എന്തൊരു പേടിയാണ് എനിക്ക്? ബാബുട്ടിനെ പേടിച്ചു ടീഷ കളിച്ചിരുന്ന സാധനല്ലേ അതിനെ കാണുമ്പോ പേടിച്ച അബ്രഹാം ഉണ്ടല്ലോ ആ ഊനാല് ഭയങ്കര ചവിട്ടുമ്പോ പേടി. അല്ലാതെ കൽപ്പിച്ചുട്ടി ചവിട്ടല്ലോ. അല്ലല്ലോ ചെറിയ ടൈം കൽപ്പിച്ചുട്ടി ചവിട്ടുണ്ടില്ലേ ആ അച്ഛ അങ്ങോട്ടും കേൾക്കലുണ്ട്. പോയി കിടക്ക്. ഇത് വല്ലാതെ കളിച്ചാൽ ഈ ഇപ്പുറത്തെ ബെഡ് കണ്ടിടും കേട്ടോ. ഇബ്രാഹിമിനെ ഒറ്റ കടത്താൻ അറിയിച്ച അവിടെ എന്താ ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ഈ ഊഞ്ഞാൽമ തന്നെ ചവിട്ടണത് എങ്ങനെയാണ്? പൊട്ടിച്ച കേക്കണേ ഞാന്. എന്താടാ എന്ത് കിടക്കൂല? ഉറപ്പിച്ചില്ലേ? ഞാൻ വരുമ്പോൾ അങ്ങനെ തന്നെ ആവണം കേട്ടോ. ഓക്കെ ഞാൻ ക്യാമറ ഓഫ് ആക്കിയാണ്ട് ഒരു വരവ് വരും കേട്ടോ. ഓക്കെ അല്ലേ? അടക്കട്ടോ. ഇനി ഇത് കടന്നാലും കിട്ടേണ്ടി. അതാണ് ഇൻ്റെ പ്രത്യേകത. എനിക്ക് ഒരുക്കി വെച്ച സാധനം എനിക്ക് കൊള്ളും. ഓക്കെ എനിക്ക് കൊള്ളണോ? എനിക്ക് കൊള്ളണോ? എന്ത് ആരാ മയ്യത്ത്? എനിക്ക് കാണിച്ചു തരാം. ഞാൻ ചിലയാൻ നിർത്തിത്തരാം. ഞാൻ കടന്നോട്ടാ. അല്ലെങ്കിൽ ഉറങ്ങാനായിട്ടില്ലേ അബ്രഹാമേ? എന്താണ് ഇങ്ങോട്ട് നോക്കട്ടെ. ചോറ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. രാത്രി വീണ്ടും കൂറിയ പോലെ ചന്തിയോ ഇതൊക്കെ ചന്തി കൊണ്ടേറിക്കണോ? ഇല്ലല്ലോ. അതിനിപ്പോ കീറിട്ടോ എൻ്റെ അടുത്തുനിന്ന്. ഗസ്ബനി നഖം പോണൊരു പ്രശ്നമുണ്ട് കേട്ടോ. ചെറുപ്പം മുതലേ ഉള്ളതാണ്. എന്തോ ഏതൊരു ഇതിൻ്റെ കുറവുകൊണ്ടാണ്. എന്തായത് മഞ്ഞളെന്ന് നഖം ഞാനേ വെട്ടിത്തരാം. നിങ്ങൾ രണ്ടാളും പോയി കിടന്നു തുടങ്ങിക്കോളി. അൻസിബിൻ്റെ ഒരു സ്വഭാവം ഇളക്കാനാണല്ലോ. നിങ്ങൾ മൂന്നാക്കും ഉഷാറായിട്ട് പൊട്ടുമ്പോ ഞാൻ അങ്ങനെ ആലോചിച്ചാണ് നിങ്ങളെ പാച്ചിലാണ് ഞാൻ ഇപ്പൊ കാണുന്നത്. ചോറ മറ്റേ ചെയ്ത്താൻ അന്തണ്ടോ മിന്നി ഓൻ തടിയിച്ചിലാക്കി. ഓനറിയപ്പോ പൊട്ടൽ തുടങ്ങുന്നു. മയ്യത്തക്കണം അല്ല ഇജ്ജ് പൊട്ടിച്ചലിന് ഉഷാറാണല്ലോ അല്ലേ? എനിക്ക് ഇന്നലെ സ്പീക്കർ പൊട്ടിച്ചതിനല്ലേ കിട്ടിയില്ലേ? എടേ ആ കട്ടറൊന്നും എടുത്തോടുന്നു. അവൻ്റെ നാക്കാൻ ചെറിയൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ. അതൊന്നും ഇതാക്കും. ഓനപ്പോ ഞാൻ ഓൻ പാഞ്ഞു. ആ കട്ടറൊന്നും എടുത്തോണ്ട് കേട്ടോ. ഞാൻ തരാം.
ജിബ്രാനൊക്കെ ഒരു പാച്ചിലേക്കാരൻ